നമസ്കാരം. ചില ആൾക്കാരുടെ ഒരു ധാരണ ചിരിക്കുന്ന ആൾക്കാരെല്ലാം നല്ലതും ചിരിക്കാത്ത ആൾക്കാരെല്ലാം മോശക്കാരും എന്നാണ്. എന്നാൽ ചിരിക്കുന്ന എല്ലാ ആൾക്കാരും നല്ലതല്ല കേട്ടോ. തട്ടിപ്പാനും പറ്റിപ്പാനും കള്ളം നടത്താനും കപടം കാണിക്കാനും ആൾക്കാരെ വശീകരിക്കാനും ഒക്കെ ചിരി കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഒരു കാശ് തന്നെ ആൾക്കാരെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ ചിരിച്ചും കൊണ്ട് ചെല്ലും, കാശ് വാങ്ങും. അവസാനം ആ കാശ് തിരിച്ചു കൊടുക്കത്തില്ല. എപ്പോ കണ്ടാലും ചിരി മാത്രമേ കാണത്തുള്ളൂ. അപ്പോഴെന്ത് ചെയ്യും? ആ കാശ് കടം കൊടുത്തവൻ കാശ് ചോദിക്കും. അപ്പോൾ അവന്റെ മുഖം കറുക്കും. കാരണം ചിരിച്ചും കൊണ്ട് അവൻ പോയി വാങ്ങിച്ച കാശാണ്. പക്ഷേ അവൻ ആ ചിരിച്ച മുഖത്തോട് കൂടി ആ കാശ് കൊണ്ട് കൊടുക്കാത്ത ആൾക്കാരും ഉണ്ട്. എന്നാൽ ചിരിക്കാത്തവന്റെ മനസ്സ് ശുദ്ധമായിരിക്കും. അവൻ തെറ്റ് കണ്ടാൽ എതിർക്കും, ശരി കണ്ടാൽ ശരിയെന്ന് പറയും. അവനെ ചില ആൾക്കാർക്ക് കണ്ടൂടാ. കാരണം അവന്റെ മുഖത്ത് എപ്പോഴും ചിരി കാണത്തില്ല. പക്ഷെ അവന്റെ മനസ്സ് ശുദ്ധമാണെന്നുള്ള കാര്യം ഓർക്കണം. അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തിരിക്കും. അവൻ ആരെങ്കിലും കയ്യിൽ നിന്ന് കാശ് വാങ്ങാൻ പോകുമ്പോൾ അവന്റെ മുഖത്ത് ചിരി കാണില്ല. അവൻ പോയി കാശ് ചോദിക്കും. ആരെങ്കിലും അവന് കാശ് കൊടുത്താൽ ആ കാശ് അവൻ ചിരിച്ച മുഖത്തോട് കൂടി കൊണ്ടുപോയി തിരിച്ചു കൊടുക്കും. കാരണം എനിക്ക് അയാൾ ആ കാശ് തന്നതാണ്, അതുകൊണ്ട് ആ കാശ് എന്റെ കയ്യിൽ കെട്ടി കൊണ്ടുകൊണ്ട് തിരിച്ചു കൊടുക്കുമ്പോൾ അവൻ ആ ചിരിച്ച മുഖത്തോടു കൂടി കൊടുക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ കള്ളം പറയാനും കള്ളം കാണിക്കാനും തെറ്റുകൾ ചെയ്യാനും അല്ലെങ്കിൽ ഇതേപോലെ പറ്റിപ്പും തട്ടിപ്പും ഊമിപ്പും നടത്താൻ വേണ്ടി ചിരിയും കൊണ്ട് നടക്കുന്നവന്മാരുണ്ട്. അതൊക്കെ അവന്റെയൊക്കെ കാര്യം സാധിക്കാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ ചിരിക്കാത്തവരോ അവരെല്ലാം മോശക്കാരെന്ന് പറയുന്നവർ ഒന്ന് ആലോചിക്കണം. ഒരു അപകടം പറ്റുമ്പോഴും ഒരു ആപത്ത് പറ്റുമ്പോഴും എന്തെങ്കിലും തെറ്റുകൾ കണ്ടാലോ അവനായിരിക്കും അവിടെ പ്രതികരിക്കുന്നതും ഓടി വരുന്നതും എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കണം കേട്ടോ. അതുകൊണ്ട് ചിരിക്കുന്നവരെല്ലാം നല്ലവരും ചിരിക്കാത്തവരെല്ലാം മോശക്കാരും എന്ന് ആരും ചിന്തിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമസ്കാരം.